ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. വളരെയധികം പ്രതീക്ഷകളോടെയാണ് ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളുടെ ആവശ്യങ്ങൾ, പല തരത്തിലുള്ള ആവശ്യങ്ങൾ, ഇന്ന് കടം കൊടുത്തു തീർക്കാനുള്ളത്, ഇന്ന് മക്കളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നത്, ഇന്ന് സാമ്പത്തികമായ വരുമാന മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, മക്കളുടെ പഠനം, വീടും വസ്തുവും വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത, എങ്ങനെയെങ്കിലും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി, കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ എല്ലാം ക്രമമായി നടക്കുന്നതിന്, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്. ഇന്ന് കർത്താവായ ദൈവം, നിങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തെ പരിശോധിച്ചറിയുന്ന ദൈവം, നിങ്ങളുടെ ആവശ്യങ്ങൾക്കുമേൽ കരുണ കാണിക്കുന്ന ദിവസമാണ്. കർത്താവ് നിങ്ങളുടെ രോദനവും നിങ്ങളുടെ ദുഃഖവും ഏറ്റെടുത്ത് നിങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന, പുതിയ ദിവസത്തിൻ്റെ പുതിയ അനുഗ്രഹങ്ങൾ നൽകുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവത്തിന് എല്ലാം സാധ്യമാകും. പരിശുദ്ധ മറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞതുപോലെ ഇതെങ്ങനെ സംഭവിക്കും എന്ന് മറിയം ചോദിച്ചപ്പോൾ ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞതുപോലെ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളിൽ ചിലർ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു, ചിലർ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളുടെ നേരെ അവിടുന്ന് ഒരിക്കലും കണ്ണടയ്ക്കത്തില്ല. നിങ്ങളുടെ മേൽ കരുണ തോന്നുന്ന കർത്താവ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം നൽകാൻ ശക്തനായ ദൈവമാണ് നിങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കുന്നത്. നിങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവാണ് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പോകുന്നത്. ഈ പ്രാർത്ഥനയിലൂടെ അസാധ്യങ്ങളെ പലതും സാധ്യമാക്കുന്ന ദൈവമാണ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ശക്തിയും ധൈര്യവും അവലംബിച്ച് നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ അത് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സമാധാനപരമായി ദൈവം എൻ്റെ യാചനകൾക്ക് ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഏതവസ്ഥയിലാണ് ഇത് പ്രാർത്ഥിക്കുന്നത് എന്നാലും ആ അവസ്ഥയിൽ ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെ ഉയർത്തുന്ന ദിവസമാണ് ഇന്ന്. ഈ പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ, ആവശ്യബോധത്തോടെ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകിയിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 22:3-5 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനെ, അവിടുന്ന് പരിശുദ്ധനാണ്. അങ്ങയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ വിശ്വാസമർപ്പിച്ചു. അവർ അങ്ങയിൽ ശരണം വെച്ചു. അങ്ങ് അവരെ മോചിപ്പിച്ചു. അങ്ങയോട് അവർ നിലവിളിച്ചപേക്ഷിച്ചു. അവർ രക്ഷപ്പെട്ടു. അങ്ങയെ അവർ ആശ്രയിച്ചു. അവർ ഭഗ്നാശരായില്ല. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയിൽ പൂർണ്ണമായി അഭയം തേടാൻ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് വരെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന അവിടുന്ന് കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങ് പാവങ്ങളുടെ കണ്ണുനീരൊപ്പുന്ന ദൈവമാണ്. അങ്ങ് പരിത്യക്തന്റെ
രോദനം കേൾക്കുന്ന ദൈവമാണ്. അങ്ങ് ഞങ്ങളുടെ പ്രത്യാശയാണ്, അങ്ങ് ഞങ്ങളുടെ പ്രതീക്ഷയാണ്. കർത്താവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷയാണ്. അങ്ങ് ഞങ്ങളുടെ ജീവനും പുനരുത്ഥാനവുമാണ്. അങ്ങ് ആദിയും അന്ത്യവുമാണ്. എല്ലാത്തിൻ്റെയും തുടക്കവും അവസാനവും അങ്ങ് തന്നെ. ദൈവമേ, ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും അങ്ങയുടെ വചനം ഒരിക്കലും മാറ്റപ്പെടുകയില്ല. അതിനാൽ ഇന്ന് ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നവർ അങ്ങയിൽ രക്ഷ കണ്ടെത്തും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഒരിക്കലും ഞങ്ങൾ ഭഗ്നാശരാകാൻ കർത്താവേ അങ്ങ് ഞങ്ങളെ അനുവദിക്കല്ലേ. ശത്രുവിൻ്റെ മുൻപിൽ അപമാനിതരാകുവാൻ അങ്ങ് ഇടയാക്കല്ലേ. എൻ്റെ ദൈവമേ, അങ്ങയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങാണ് ഞങ്ങളുടെ ആശ്രയവും അഭയവും സങ്കേതവും. ദൈവമേ, ശത്രു ഭയന്നോടുവാൻ തക്കവണ്ണം അങ്ങയുടെ അത്ഭുതകരമായ കരം ഞങ്ങളുടെ മേൽ സ്പർശിച്ച് എപ്പോഴും ഞങ്ങൾക്ക് താങ്ങും തണലുമായി, ഞങ്ങൾക്ക് വിജയവും മഹത്വവുമായി, രക്ഷയും ശക്തിയും ധൈര്യവുമായി ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിലും പോക്കിലും വരവിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകി. കർത്താവേ, ഇന്ന് വരുന്ന എല്ലാ ജീവിത അന്തസ്സിനെയും ജീവിത വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമായ കാര്യങ്ങളുടെ മേൽ കർത്താവേ നീ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിവസമാക്കി മാറ്റണമേ. രോഗികളായവർക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകണമേ. സാമ്പത്തിക ഭദ്രതയില്ലാത്തവർക്ക് അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച് ഒരു നല്ല വരുമാന മാർഗത്തിനുള്ള വഴി തുറന്നു കൊടുക്കണമേ. കർത്താവേ, മക്കളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെ നിന്റെ ശക്തിയാൽ അവിടുന്ന് അത് നടത്തിച്ചു കൊടുക്കണമേ. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം അങ്ങയിൽ മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ കർത്താവേ അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഇന്ന് വലിയ അനുഗ്രഹങ്ങളുടെ, അത്ഭുതങ്ങളുടെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ, രക്ഷയുടെ ദിവസമാക്കി മാറ്റണമേ. അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് ഓരോരുത്തരോടും കരുണ തോന്നി ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്യുകയും ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സമൂഹത്തെയും ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി നിന്റെ കരങ്ങളിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ ഏറ്റെടുത്ത് വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ സൗഖ്യവും സംരക്ഷണവും നൽകണമേ. എല്ലാ മേഖലയിലും ഇന്ന് അവിടുത്തെ സംരക്ഷണം ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിൽ വസിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും കർത്താവേ ഇന്ന് പ്രത്യേകം സംരക്ഷണം നൽകി എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം അവിടുന്ന് കാത്ത് പരിരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് പകൽ മുഴുവനും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി നിങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ധൈര്യപൂർവം ഇന്നത്തെ ദിവസം ജീവിക്കുവാനുള്ള ദൈവിക കൃപ നൽകി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ഏറ്റെടുത്ത് ഇന്ന് അത്ഭുതകരമായി നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.